ഹലോ, അങ്ങനെ 5 തിരുനാൾ കഴിഞ്ഞ് നാളെ കൽപ്പാത്തിയിൽ ഒന്നാം തേര് തുടങ്ങുകയാണ് കേട്ടോ. അപ്പം നമുക്ക് കൽപ്പാത്തി അഗ്രഹാരത്തിനുള്ളിലെ വൈകുന്നേര കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ? ഈ വൈകുന്നേര കാഴ്ചകൾ കാണാനായി മാത്രം എത്രയേറെ ആളുകളാണെന്നറിയോ ഇവിടെ വന്നു പോകുന്നത്. അങ്ങനെ എനിക്കും ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുള്ള പോസ്റ്റർ പ്രചരണങ്ങളും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ കച്ചവടം പൊടിപിടിക്കുന്ന പലതരം വഴിയോര കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാം. അപ്പം നമുക്കിതെല്ലാം വിശദമായിട്ടൊന്ന് കണ്ടാലോ? എന്താണെന്നറിയില്ല, ഈ ഒരു ഭാഗത്തെത്തിയാൽ ഞാൻ അറിയാതെ സ്റ്റക്കായി പോകും. എന്നെപ്പോലെ സ്റ്റക്കായ പല ആൾക്കാരെയും ഞാനവിടെ കണ്ടു കേട്ടോ. അമ്പലത്തിനടുത്ത് എത്തിയപ്പോൾ തേരിൻ്റെ എല്ലാം പണികളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഒരുപാട് തിരക്കുണ്ടായിരുന്നു, നിറയെ ആൾക്കാരുണ്ടായിരുന്നു. ഈ തിരക്കെല്ലാം കാണാനും ഒരു പ്രത്യേക ചന്തമാണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പല സാധനങ്ങളും നമുക്ക് ഈ മലബാർ മേളയിൽ ലഭിക്കും കേട്ടോ. അതുപോലെ തന്നെ പല പ്രായത്തിലുള്ള കുട്ടികൾക്കും കളിക്കാനുള്ള ടോയ്സും ഇവിടെ ലഭിക്കും. നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ചൈനീസ് പന്ത് ഇവിടെയുണ്ട്. ഇനി അതല്ല, ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് കാഴ്ചകൾ കണ്ട് നടക്കണമെങ്കിൽ അതിനുള്ള വഴിയും ഇവിടെ തന്നെയുണ്ട്. ഇവിടെ മിക്കവാറും വീടുകളിൽ അച്ചാറുകളും കൊണ്ടാട്ടങ്ങളും തനതായ രീതിയിൽ ഉണ്ടാക്കി ഇവിടെ വിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൽപ്പാത്തിയുടെ സ്വന്തം രുചികൾ നമുക്ക് വഴിയോരത്തുനിന്ന് തന്നെ വാങ്ങാൻ കിട്ടും കേട്ടോ. ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവരുടെ മനസ്സ് കുളിർപ്പിക്കുന്ന കാഴ്ചകളാണ് ഈ 2 വശത്തും വഴിയോരങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഏതു പ്രായക്കാരെയും ഏതു വ്യക്തിത്വങ്ങളെയും ആകർഷിക്കാൻ പാകത്തിലുള്ള കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. അഗ്രഹാരത്തിനുള്ളിലേക്ക് വരുമ്പോൾ ഏവരും കാണാൻ കൊതിക്കുന്നൊരു കാഴ്ചയാണ് ഞാൻ കണ്ടത്. ഒരു വീടിന് മുന്നിൽ ഒരമ്മ കോലമിടുന്നതായിരുന്നു കേട്ടോ. അതിനു മുമ്പ് പലപ്പോഴും ഞാൻ കൽപ്പാത്തിയിൽ വന്നിട്ടുണ്ടെങ്കിലും ഇതാദ്യമായിട്ടാണ് നേരിട്ട് കോലമിടുന്നത് കാണുന്നത്. അവർ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ സമ്മതം തരിക മാത്രമല്ല ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചും പറഞ്ഞു തന്നു. ഞാൻ ഇത്രയും കാലം വിചാരിച്ചത് അരിപ്പൊടി
വെള്ളത്തിൽ കലക്കിയാണ് കോലമിടുന്നത് എന്നായിരുന്നു കേട്ടോ. പക്ഷേ ഇവിടുത്തെ അമ്മ പറഞ്ഞത് അരി കുതിർത്ത് അരച്ചാണ് ഈ കോലമിടുന്നത് എന്നാണ്. ഈ കാഴ്ച കാണാൻ കഴിഞ്ഞതിന് തന്നെ ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. എന്നെപ്പോലെ ആകാംക്ഷ ഒരുപാട് പേർക്ക് ഉണ്ടായിരുന്നു കേട്ടോ. അവരാണ് ഈ ചുറ്റും കൂടിയിരിക്കുന്നത്. അങ്ങനെ മനോഹരമായ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ വീണ്ടും നടന്നു. ഇവിടെയുള്ള കാഴ്ചകളിൽ വളരെ അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു വിൽപ്പനയാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇവിടെ കാണുന്ന പ്രൊഡക്ട്സ് എല്ലാം മരം കൊണ്ടോ അല്ലെങ്കിൽ മുള കൊണ്ടോ ഉണ്ടാക്കിയിട്ടുള്ളവയാണ് കേട്ടോ. മുള കൊണ്ടുള്ള ടൂത്ത് ബ്രഷും ടങ് ക്ലീനറും സ്പൂണുമൊക്കെയാണ് ഇപ്രാവശ്യത്തെ താരങ്ങൾ. ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം ഓർഗാനിക് ആണ്. കാണാൻ തന്നെ വളരെ കൗതുകമുള്ളതാണ് കേട്ടോ. രഥോത്സവത്തിനൊപ്പം ഇതുപോലുള്ള കാഴ്ചകളും നമുക്ക് തരുന്ന ഊർജം പറഞ്ഞറിയിക്കാവുന്നതിനും അപ്പുറത്താണ്.